പ്രതിപക്ഷ വിജയം ആർക്കെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ ആ ക്രെഡിറ്റ് കർഷകർക്കെന്ന് മാധ്യമപ്രവർത്തകൻ പി സായിനാഥ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി രാമക്ഷേത്രം ഉയർത്തി വീര്യത്തോടെ മത്സരിച്ചു. പക്ഷേ രാമന് മനസ്സിലായി 10 തലയുള്ള രാവണൻ ആരാണെന്നും സായിനാഥ് പരിഹസിച്ചു. Did your media ever tell you that the Kisan Andolan, the farmer struggle at Delhi, was the largest in the whole world? It was the largest peaceful, democratic protest for justice anywhere in the world. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ തിരിച്ചടിക്ക് കാരണം കർഷക രോഷം. കർഷക പ്രക്ഷോഭത്തിൻ്റെ മുഖ്യ കേന്ദ്രങ്ങളായ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ 60ഓളം സീറ്റുകളുടെ ഫലത്തെ വലിയ തോതിൽ കർഷക രോഷം സ്വാധീനിച്ചു. പഞ്ചാബിലും ഹരിയാനയിലും ജനം BJPയെ തൂത്തെറിഞ്ഞു. മഹാരാഷ്ട്രയിൽ മോദി തെരഞ്ഞെടുപ്പ് റാലി നടത്തിയ 18 മണ്ഡലങ്ങളിൽ 15ഉം അവർക്ക് നഷ്ടപ്പെട്ടു. UPയിലെ കർഷക മേഖലയെല്ലാം മോദിക്ക് തിരിച്ചടി നൽകി. ഗുസ്തി താരങ്ങളെ അപമാനിച്ചതും അഗ്നിവീർ പദ്ധതിയും വലിയ ജനരോഷത്തിന് കാരണമായി. നീതിക്ക് വേണ്ടി സമാധാനപരമായും ജനാധിപത്യപരമായും നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് കിസാൻ ആന്തോളൻ. എന്നാൽ ഇതിനെ മോദി സർക്കാർ നേരിട്ടത് ലാത്തിയും ജലപീരങ്കിയും ഉപയോഗിച്ച്. സ്വന്തം കർഷകർക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയ ആദ്യ രാജ്യമെന്ന കുപ്രസിദ്ധി ഇന്ത്യക്ക് സ്വന്തം. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വരുമാന വ്യത്യാസം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇത്ര ഭയാനകമായ സാമ്പത്തികാന്തരം രാജ്യത്തുണ്ടായിട്ടില്ല. ഇന്ത്യയിലെ സാധാരണക്കാരന് അംബാനിയുടെ വരുമാനം ഉണ്ടാവണമെങ്കിൽ 2.6 മില്യൺ വർഷം വേണ്ടിവരുമെന്നും സായിനാഥ് പറയുന്നു. ട്രേഡ് യൂണിയൻ സമ്മേളനം CITU ദേശീയ സെക്രട്ടറി R കരുമലയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. M നൌഷാദ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.